സീനായിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സ്വന്തം പറഞ്ഞ ഒരു ദൈവ പൈതൽ എവിടെ കാണണം എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയാം, പത്രോസ്, യോഹന്നാൻ, യാക്കോബ് ഇത്യാദിയുള്ള ഈ 3 പേരിൽ നിങ്ങളെ കാണാൻ എന്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. സ്വന്തം പറയാൻ പറ്റുമോ? വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം, യേശു ക്രിസ്തു ഈ പ്രിയപ്പെട്ടവരെ ഒത്തിരി സ്നേഹിച്ചതാണ്. യേശു ഒത്തിരി സ്നേഹിച്ചതാണ് ഈ പ്രിയപ്പെട്ടവരെ. ആമേൻ, ആമേൻ. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ അതിന്റെ ഒരു പ്രശസ്തമായ ഭാഗത്തേക്ക് കടന്നുപോയി. അവിടെ നിന്ന് ചില വിഷയത്തിലേക്ക് കടന്നുപോയി. വേഗത്തിൽ സ്തോത്രം, ഈ ശുശ്രൂഷയുടെ ആധികാരികമായ സ്തോത്രം, പ്രൈസലോ, മെനു കണ്ടിട്ട് സ്തോത്രം, പ്രൈസലോ, ഏതെങ്കിലും ഒരു ചെറിയ ഐറ്റം വാങ്ങിച്ചിട്ട് പിന്നീട് സമയം പോലെ മറ്റേത് വന്ന് കഴിക്കാം എന്ന് പറയുന്ന പകുതി മാറ്റിയിട്ട് അല്പം ടേസ്റ്റിന് വേണ്ടി തന്ന് തൃപ്തരാക്കി നിങ്ങളെ വിടുക മാത്രമല്ല, ഇന്ന് പകൽ അല്പമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നെങ്കിലും ആദ്യത്തിലേക്ക് അത് വ്യാപരിച്ചു കൊണ്ടിരാൻ കർത്താവിന് മനസ്സുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, ഈ പ്രിയപ്പെട്ട സ്തോത്രം, പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവരെ നടത്തിയ മേഖലകളെ കുറിച്ച് പറയുവാൻ ഞാൻ ഈ സമയത്തെ വേർതിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വചനം ഇങ്ങനെ വായിക്കാൻ കഴിയും. വായിച്ചാട്ട്. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച ഒരു ഉയർന്ന മലയിലെ 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. മറ്റാരെയും കൂടെ കൊണ്ടുപോയില്ല. ഞാൻ പറയും, കർത്താവ് വേറെ പക്ഷം, മുഖപക്ഷം യേശു ഇങ്ങനെ പറയില്ലടാ, ഒന്ന് അടുത്തറിഞ്ഞേ പറ്റൂ നിങ്ങളുടെ പുറകെ. എന്തിനു കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി. അവരെ തനിച്ചു കൊണ്ടുപോയി. മറ്റുള്ളവർ പറഞ്ഞു, നിങ്ങൾ ആരും വരണ്ട, ഇവരെ മാത്രം എനിക്ക് മതി. ഈ 3 പേരെ കൊണ്ടുപോകുമ്പോൾ 10 ബാക്കി 9 പേരെ ചോദിക്കാൻ ഞങ്ങളും വരണം. യേശു പറഞ്ഞു, വേണ്ട, നിങ്ങൾ വരണ്ട, ഞാൻ ഇവരെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. യേശു മഹത്വം വെളിപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണേ, ശിഷ്യന്മാരെ മുഴുവനായി വെളിപ്പെടുത്തുന്ന കർത്താവ് വേറിട്ട് 3 പേരുടെ മുമ്പിൽ താൻ പ്രത്യക്ഷരായി താൻ ആരെന്ന നിലവാരത്തിലേക്ക് തന്റെ ജനത്തെ, അല്ലെങ്കിൽ തന്റെ ഓമന ശിഷ്യന്മാരെ വെളിപ്പെടുത്തുകയാണ്. തന്റെ പ്രിയമക്കളെ താൻ ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ്. ബാക്കി ഇങ്ങനെ വായിച്ചു നിർത്തുകയാ. സ്തോത്രം. എന്നിട്ട് ഇങ്ങനെ വായിച്ചു, എന്നോട് ചേർന്ന് വാക്കി. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം. ശ്രദ്ധിക്കുക, അവരുടെ മുമ്പാകെ യേശു രൂപാന്തരപ്പെട്ടു. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 9-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. അവൻ പ്രാർത്ഥിക്കുമ്പോൾ, അപ്പൊ ശ്രദ്ധിക്കണേ, മാറ്റം വരുന്നത് എപ്പോഴാണെന്നറിയാമോ? ഇന്ന് പകൽ നിങ്ങൾ ആളുമാറുന്ന എപ്പോഴാണെന്നറിയാമോ? ആലയത്തിൽ വരുമ്പോഴല്ല, ആലയത്തിനകത്ത് ഗൗരവമായി പ്രാർത്ഥന ഏൽപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ ആള് മാറുകയാണ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ ഭാഷ മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് ഞാൻ പറഞ്ഞ ഭാഷ മനസ്സിലാകുന്നുണ്ട്? സ്വന്തം നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ആളും മാറും. എത്ര പേർ വിശ്വസിക്കുന്നു? നീ രോഗിയാണെങ്കിൽ രോഗത്തോട് ഇവിടെ എഴുന്നേൽക്കത്തില്ല. എന്തുകൊണ്ട് എഴുന്നേൽക്കത്തില്ല? നീ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെട്ടാൽ നിനക്കൊരു രൂപാന്തരം ഉണ്ടാകും. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വിഷയം എത്ര കത്തിയുള്ളതാകത്ത് സ്ഥിതികൾ മാറ്റം വരും. യേശുവിന്റെ കാര്യം നിന്റെ മേൽ വീഴുവാനിടയാകും. എത്ര പേർ വിശ്വസിക്കുന്നു? യേശു ആയിട്ട് പോലും ബർജുവ മല ചെന്നപ്പോ എപ്പോഴാണ് ചേഞ്ചസ് ഉണ്ടായത്? വേദപുസ്തകം പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങിയ. വേദപുസ്തകം പറയുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്തുണ്ടായി? മുഖത്തിന്റെ ഭാവം മാറി. ദൈവത്തിലെ പ്രാർത്ഥന തുടങ്ങിയാൽ വ്യത്യാസം വെളിപ്പെടും. വിശ്വസിക്കുന്നു? ഇന്ന് പകൽ നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഏത് വിഷയത്തിൽ കണ്ടപ്പെട്ട് കിടക്കുകയാണ്?
ഇവിടുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, ആലയത്തിനെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, സ്തോത്രം വന്നതുകൊണ്ട് കാര്യമില്ല. ഞാൻ ആരംഭത്തിൽ ഒരു കാര്യം പറഞ്ഞു, സ്തോത്രം, ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചപ്പോൾ അവൻ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ, അവൻ ദൈവത്തെ ഓർമ്മപ്പെടുത്തി തുടങ്ങിയപ്പോൾ അവന്റെ നിലവാരത്തിന് മാറ്റം വന്നു. ഇന്ന് മകൻ ആലയത്തിനകത്ത് കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതിനോട് ചേർന്ന് സഹകരിച്ചാൽ വന്നതുപോലെ മടങ്ങത്തില്ല. നീ കെട്ടപ്പെട്ടവനാണെങ്കിൽ കെട്ടപ്പെട്ടവനായി മടങ്ങിപ്പോകത്തില്ല, തകർക്കപ്പെട്ടവനാണെങ്കിൽ തകർക്കപ്പെട്ടവനായി മടങ്ങിപ്പോകത്തില്ല. ഇന്ന് മകൻ യേശുവിന്റെ മഹത്വം ജീവിതമേ ദൈവത്തിന്റെ ശക്തി പുതുബലത്തിൽ ഇറങ്ങിപ്പോകുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചാൽ എത്രവർ വിശ്വസിക്കും? ഈ 3 പേരെ വിളിച്ചുകൊണ്ട് വന്നു. സ്തോത്രം, കർത്താവ് അവരെ വേറിട്ട് തനിച്ചുകൊണ്ടുപോയി, ഇവരെ തനിച്ചുകൊണ്ടുപോയി. എന്നിട്ട് രൂപാന്തരപ്പെട്ടു. എന്നിട്ട് കർത്താവ് ചെയ്തു. ലൂക്കോസ് സുവിശേഷം 26:9-26, 27, 28 വാക്യങ്ങൾ. 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കേട്ടോണേ,